കോഴിക്കോട് ജില്ലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ഇന്നലെ രാത്രിയിലെല്ലാം വലിയ രീതിയിൽ തന്നെ മഴ പെയ്യുകയുണ്ടായി. ഇന്നലെ രാവിലെയാണ് താമരശ്ശേരി കട്ടിപ്പാറയിൽ മണ്ണാത്തിയേറ്റ് മല ഇടിഞ്ഞത്. ഇത് ഇടിഞ്ഞതിന്റെ ഭാഗമായി കൂറ്റൻ പാറകളെല്ലാം താഴ്വാരത്തേക്ക് പതിച്ചു. ഇതോടുകൂടി താഴ്വാരത്തെ 25 കുടുംബങ്ങളാണ് മറ്റു ബന്ധു വീടുകളിലേക്കുമൊക്കെ ഇന്നലെ തന്നെ മാറി താമസിച്ചത്. എന്നാൽ ഇന്ന് നേരം പുലരുമ്പോഴും ആ ആശങ്ക അതേപോലെ തന്നെ തുടരുകയാണ്. മുകളിൽ മഴ നിരന്തരമായി പെയ്യുകയാണെങ്കിൽ അവിടുന്ന് കല്ല് ഒലിച്ച് വന്ന് ചാടിയിട്ടുള്ള കല്ലുകൾ സ്വാഭാവികമായിട്ട് ഉരുണ്ടു പോരാനുള്ള സാധ്യത ഉണ്ട്. കാരണം മണ്ണ് അടിയിൽ നിന്ന് ഒലിച്ചു പോകുന്ന സമയത്ത് കല്ലുകൾ ഇപ്പോൾ 200 ഇപ്പോൾ ഇവിടെ വീടുള്ളതിൻ്റെ 200 മീറ്ററിൻ്റെ മുകളിൽ തന്നെ വലിയൊരു കല്ല് നിൽക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലൊരു കല്ലുണ്ട്. പിന്നെ ഈ പൊട്ടിയതിൻ്റെ താഴ്വാരത്ത് തന്നെ വേറൊരു കല്ലുണ്ട്. അങ്ങനെ 3ഓളം കല്ലുകൾ തന്നെ പ്രധാനമായിട്ടുണ്ട്. പിന്നെ ചെറിയ കല്ലുകൾ വേറെയും കിടക്കുന്നുണ്ട്. അപ്പോൾ മഴ അതിശക്തമായി പെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മണ്ണൊലിച്ചു പോവുകയും മണ്ണൊലിച്ചു പോകുമ്പോൾ അത് താഴോട്ട് പോരാനുള്ള സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്നതിൻ്റെ ഈ വഴിയാണ് മണ്ണാത്തിയേറ്റ് ഭാഗത്തേക്ക് താഴ്വാരം ഭാഗത്തേക്കൊക്കെ പോകേണ്ട വഴി എന്ന് പറയുന്നത്. എന്നാൽ ഈ ഇന്നലെ അപകടം ഉണ്ടായതോടുകൂടി മല ഇടിഞ്ഞതോടുകൂടി ഇവിടെ ഇങ്ങനെ ഒരു കയർ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ആർക്കും പ്രവേശനമില്ല, ആരെയും കടത്തിവിടുന്നില്ല. എന്നാൽ അവിടെ ഒരുപാട് വീട്ടുകാരുണ്ട് താനും. ആ വീട്ടുകാരെല്ലാം ഇപ്പോൾ ബന്ധു വീടുകളിലേക്ക് മാറി എന്നുള്ളതാണ് കാര്യം. അതോടൊപ്പം തന്നെ ഇവിടെ ആംബുലൻസ് അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ആളുകൾക്ക് അത്യാവശ്യമായിട്ട് എങ്ങോട്ടേക്കും ആശുപത്രി സൗകര്യങ്ങൾക്കൊക്കെ ആവശ്യമെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. രോഗികളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഒക്കെ സ്വന്തം വീട്ടിലേക്കാണ് ഇപ്പോൾ പോയത്. ഇപ്പോൾ ക്യാമ്പൊക്കെ നിലവിൽ ആയിട്ടില്ല. നാളേക്കെങ്ങാണ്ട് ആകാൻ മതി എന്നാണ് പറഞ്ഞത് മെമ്പറെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായത്. തൊട്ടപ്പുറത്തൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ ക്യാമ്പ് ചെയ്യേണ്ട, അതായത് ക്യാമ്പിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഇന്നലെ തന്നെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ പാറകൾ പൊട്ടിക്കുക, പാറകൾ പൊട്ടിച്ച് സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. പക്ഷേ മഴയൊക്കെ നിൽക്കുന്ന സമയത്ത് അത് അത്ര പെട്ടെന്ന് ഒരു പക്ഷേ ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇവിടെ യോഗം ചേർന്നതിന് ശേഷമൊക്കെ എടുത്തിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ആർക്കും അങ്ങനെ വീടുകൾക്കോ മറ്റോ അപകട ഭീഷണി ഇല്ല എങ്കിൽ പോലും തുടർ ദിവസങ്ങളിൽ ഈ പാറകൾക്കോ അതല്ലെങ്കിൽ മലയുടെ ഏതെങ്കിലും ഭാഗങ്ങളിലോ പൊട്ടലുണ്ടായിക്കഴിഞ്ഞാൽ അത് വീടുകൾക്കും ആളുകൾക്കും ഒക്കെ ഭീഷണിയാണ് എന്നുള്ളതാണ് കാര്യം. ആ ആശങ്ക ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ഉണ്ട് താനും. ജോം ടി കെക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.